നിങ്ങൾ ചോദ്യം ചോദിക്കണം. ചോദിക്ക്, ഡൗട്ട് ചോദിച്ചാൽ ആകെപ്പാടെ കുറച്ച് സമയമുള്ളൂ. അതിനകത്ത് നിങ്ങൾ ആർക്കും ലൈഫിലൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു ഡൗട്ട് ഇല്ലേ? സീരിയസ്ലി 10-200 പിള്ളേരിലൂടെ ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നൊരു ഇൻഫോർമേഷൻ ആവശ്യമില്ലേ? ഇല്ലേ? നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അപ്രിയ സത്യങ്ങൾ കേൾക്കാനുള്ളൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഭൂരിഭാഗം പേരും ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുകയുള്ളൂ. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ സത്യം വിളിച്ചു പറയാനുള്ള സെഷനാണ്. അതുകൊണ്ട് ഒരു ഡിപ്ലോമസി ഉണ്ടാവില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൂഫ് ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചാലേ സെഷൻ മുമ്പോട്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞ് പോകും. ചോദിക്കേ. ഒരാളുള്ള ഒരു കൂട്ടത്തിൽ ധൈര്യമുള്ള ഒരാള് അവിടെ താൻ തന്നെ പിന്നെയും ചോദിക്കും. ഒരാൾക്ക് ധൈര്യമില്ല, എല്ലാം ചോദിക്കാറുണ്ട്. പോരട്ടെ. ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊരു ന്യൂസിൽ കണ്ടാണ് അമ്മ സ്വന്തം കുട്ടീനെ പോലീസിനെ ഏൽപ്പിക്കുവാണ്. ഇത്രയും ഡ്രഗ്സും ഈ സിന്തറ്റിക് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വയലൻസ് ആയതുകൊണ്ട് അമ്മ തന്നെ ആ കുട്ടീനെ പോലീസിനെ ഏൽപ്പിക്കുവാണ്. അപ്പൊ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, പിന്നീട് ആ കുട്ടിക്ക് അത് ഉപകാരപ്പെടുവോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, കൊച്ച് റിക്കവർ ആയിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മദ്യപാനി ആയിട്ടുള്ള ഒരാളെ ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ അതിലും വലിയ മദ്യപാനിയായിട്ടാണ് അയാൾ വരുന്നത്. പക്ഷെ ഈ ഒരു ഏജിലുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പിന്നീട് നല്ല രീതിയിൽ വരുമോ എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്റെ പേഴ്സണൽ അഭിപ്രായം വളരെ മോശമായിട്ടായിരിക്കും വരിക. നമ്മുടെ സമൂഹത്തിലൊക്കെ എങ്ങനെയാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം എന്താ അതിന്റെ പരിപാടി എന്ന്. ഇപ്പൊ ഒരമ്മ കുഞ്ഞിനെ പിടിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മകനെ പിടിച്ചു കൊടുക്കണമെങ്കിൽ അവർ എന്തുമാത്രം ട്രോമയിലൂടെ ആയിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക. അപ്പൊ വീട്ടില് അവനെ കൊന്നുകളയാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. അത് അവർക്ക് പേടിയുള്ളത് കൊണ്ടാണ്. പക്ഷെ അതുപോലെ തമിഴ്നാട്ടിലുള്ള കുറച്ചുകൂടെ ഒരു ധൈര്യമുള്ള ലേഡീസിന്റെ ഒരു കുഞ്ഞൊക്കെയാണ് ചിലപ്പോൾ ഒരു തട്ടിക്കളയും. തമിഴ്നാട്ടിൽ ഈ അടുത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നത്. മകന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മ തന്നെ മകനെ കൊണ്ട് തട്ടിക്കളഞ്ഞു. കേട്ടായിരുന്നു വാർത്ത? അങ്ങനെ ധൈര്യമുള്ള പെണ്ണുങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുക. ഒരാള് സൊസൈറ്റിക്ക് ഭാരമാണെങ്കിൽ ആളില്ലാതായി പോകുന്നതല്ലേ സമൂഹത്തിന് നല്ലത്. അപ്പം അത് പക്ഷെ നമുക്ക് പബ്ലിക്കിൽ വിളിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് അതിന്റെ പ്രകൃതിയുടെ നിയമം. അങ്ങനെയാണ് പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ക്ഷമയൊക്കെ കൊടുത്ത് ഇവൻ പിന്നെ നന്നാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാത്തിരുന്ന് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വയലന്റ് ബിഹേവിയർ കുട്ടികളിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പുന്നാരം. അതാണ് അതിൻ്റെ റീസൺ. എങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറയാം. ഇപ്പൊ ഒരു തീരെ ചെറിയ കുഞ്ഞ്, ഒരു 1-1.5 വയസ്സുള്ള കുഞ്ഞാന്ന് വിചാരിക്കും. ഈ കുഞ്ഞിനെ അച്ഛനമ്മമാർക്ക് പൊന്നാരിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ പാമ്പർ ചെയ്യും. അപ്പൊ ഈ കുഞ്ഞ്, അത് നമ്മുടെ ഇഷ്ടമാണല്ലോ പാമ്പർ ചെയ്യാന്നുള്ളത്. കാരണം നമുക്ക് കുറച്ച് ആനന്ദം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ പാമ്പർ ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞിനും ഇത് കുറച്ച് ആനന്ദം കിട്ടും. അത് നോക്കുമ്പോൾ എന്നെ പാമ്പർ ചെയ്യുന്നുണ്ട്, എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുഞ്ഞ് നോക്കുക എന്ത് ചെയ്യുമ്പോഴാണ് ഈ പാമ്പറിങ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞ് ആ പാറ്റേൺ പഠിക്കും. ഓക്കെ, ഞാൻ ഇന്ന പോലെ ചിരിച്ചാൽ അവരെന്നെ കുറച്ച് കൂടുതൽ പുന്നാരിപ്പിക്കും, ഞാൻ ഇന്ന രീതിയിൽ കരഞ്ഞാൽ അവർ പുന്നാരിപ്പിക്കും. കൊച്ചിങ്ങനെ ലേൺ ചെയ്യും. ഓരോരോന്ന് ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് നമ്പറിലേക്ക് നോക്കും. എന്ത് റെസ്പോൺസാണ് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് വരിക, അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്ത് റെസ്പോൺസ് വരിക. അങ്ങനെ ഓരോരുത്തരുടെയും നിന്നും അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട റെസ്പോൺസിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തുടങ്ങും കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൽ പാരൻസിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അങ്ങനെ ഈ കുട്ടിയിൽ വളരെ ഇൻഫ്ലുവൻസുള്ള ആരെങ്കിലും ഒരാളൊരു നാർസിസിസ്റ്റിക് ട്രൈറ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നാർസിസിസം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. അപ്പോൾ ഒരു നാർസിസിസ്റ്റിക് ട്രൈറ്റ് ഉള്ള ഒരു ഫാമിലി മെമ്പറുടെ ഗ്രൂമിങ്ങിൽ വളരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ നാർസിസിസം ഉള്ള ആളെ പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും അയാൾ എൻ്റർടൈൻ ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇപ്പം മോനെ ഇന്ന പോലെ ചിരിച്ച് എന്ന് പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ചിരിപ്പിക്കുക വരും. അങ്ങനെയൊക്കെയാണ് ആ ഗ്രൂമിങ്. കാര്യം എന്നാലാണല്ലോ ഈ വ്യക്തിയുടെ നിന്ന് കുഞ്ഞിന് അപ്രീസിയേഷൻ കിട്ടുള്ളൂ.
അപ്പൊ ഈ അപ്രീസിയേഷനും ഈ പുന്നാരവും ഇതെല്ലാം കിട്ടാൻ വേണ്ടി കുഞ്ഞ് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് മുമ്പോട്ട് പോയി അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കുഞ്ഞിന്റെ ബ്രെയിനിൽ പാറ്റേൺ സെറ്റ് ആവും. ഓക്കെ, ഞാൻ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്താൽ ഇന്ന ആള് വീണു, ഇന്ന ആളുടെ അയാളെ ഒന്ന് എൻ്റെ അടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്താൽ മതി. അപ്പോൾ കുഞ്ഞ് ഓൾറെഡി ഓരോരുത്തരുടെ തരവും ആളും ഒക്കെ അനുസരിച്ചിട്ട് പെരുമാറാൻ പഠിക്കുകയാണ്.